കത്തിയെരിയുന്ന വേനലിൽ കാസർഗോഡ് ജില്ലയിലെ 1000 കേന്ദ്രങ്ങളിൽ തണ്ണീർപന്തലൊരുക്കി ഡിവൈഎഫ്ഐ. ദാഹിച്ചു വലയുന്നവർക്ക് സമാശ്വാസം നൽകുന്നതിനായാണ് ഇവർ ഇത്തവണയും കുടിവെള്ള വിതരണം ആരംഭിച്ചത്. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ചുട്ടുപൊള്ളുന്ന വേനലിൽ വെന്തുരുകുന്ന വഴിയാത്രക്കാരും വഴിവാണിഭക്കാരും വയോജനങ്ങളും വിദ്യാർത്ഥികളുമെല്ലാം അടങ്ങുന്ന പൊതുജനങ്ങൾക്ക് സമാശ്വാസത്തിന്റെയും സാന്ത്വനത്തിന്റെയും തെളിനീര് ലഭ്യമാക്കുന്നതിനായാണ് കാസർഗോഡ് ജില്ലയിലെ ഡിവൈഎഫ്ഐ 1000 കേന്ദ്രങ്ങളിൽ തണ്ണീർപന്തൽ തുറന്നിരിക്കുന്നത്. അതികഠിനമായ ചൂട് താങ്ങാനാകാതെ തളർന്ന് ദാഹിച്ചു വലഞ്ഞു വരുന്നവർക്ക് കുളിരു പകരുന്ന കരുതലിന്റെ കരസ്പർശമാണ് ഈ സേവനം. മുൻവർഷങ്ങളിലേതുപോലെ മഴക്കാലം എത്തും വരേക്കും എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ കുടിവെള്ള വിതരണം തുടരും. സ്നേഹമൊരു കുമ്പിൾ ദാഹജല പന്തലുകൾ എന്ന സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ളതാണ് ഡിവൈഎഫ്ഐയുടെ സമാനതകളില്ലാത്ത ഈ സേവനം. പദ്ധതിയുടെ കാസർഗോഡ് ജില്ലാതല ഉദ്ഘാടനം കാഞ്ഞങ്ങാട് കോട്ടച്ചേരിയിലെ ജനസിരാകേന്ദ്രത്തിൽ വെച്ച് ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി രജീഷ് വെള്ളാട്ട് നിർവഹിച്ചു. പ്രത്യേകിച്ച് ടൗണുകളിലെത്തുന്ന ആളുകൾ ഈ കടുത്ത ഉഷ്ണത്തിൽ വലിയ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഘട്ടത്തിൽ അവർക്ക് ആശ്വാസം പകരുന്നതാണ് ഡിവൈഎഫ്ഐ കുടിവെള്ള പന്തലിലൂടെ തണ്ണീർ പന്തലിലൂടെ. തീർച്ചയായും പ്രവർത്തനത്തിന് നാടിൻ്റെ ആകെ പിന്തുണയുണ്ടാകണം. ജില്ലയിലാകെ വരും ദിവസങ്ങളിൽ വ്യാപകമായി കുടിവെള്ള പന്തലുകൾ ഡിവൈഎഫ്ഐ ഏറ്റെടുക്കുകയാണ്. ചടങ്ങിൽ കാഞ്ഞങ്ങാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് യതീഷ് വാരിക്കാട്ട് അധ്യക്ഷനായി. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ഗിനീഷ്, ബ്ലോക്ക് ട്രഷറർ ദീപുരാജ് എന്നിവർ സംസാരിച്ചു. ബ്ലോക്ക് സെക്രട്ടറി സുജിത് മോനാച്ച സ്വാഗതം പറഞ്ഞു. ബ്ലോക്ക് കമ്മിറ്റി അംഗങ്ങൾ, മേഖലാ കമ്മിറ്റി അംഗങ്ങൾ, പൊതുപ്രവർത്തകർ, പൊതുജനങ്ങൾ, നഗരത്തിലെ തൊഴിലാളികൾ തുടങ്ങിയവർ സമാശ്വാസ സേവനത്തിന്റെ സമാരംഭത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.